വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മൂഞ്ചിപ്പോയ പ്രൊഡക്റ്റ് വ്ളോഗാണ്. എനിക്കൊരു ഗിഫ്റ്റൊക്കെ ചെയ്യാണ്ടിരുന്നു, അപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് വർക്കും ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങോട്ട് കിടന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് ഫുള്ള് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഒരു ലോഡ് ടാസ്ക് ഉണ്ട്, അത് ഫുള്ള് അങ്ങോട്ട് എഴുതി വെച്ചു. ഇത്ര തോനെ എഴുതണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതിയതൊന്ന് തല തിരിഞ്ഞു പോയി, അതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല. സോ ഞാൻ അത് അതേപോലെ തന്നെ അതിൽ തന്നെ വെച്ചു എടുക്കാതെ. ഇനി ഒരു ഗിഫ്റ്റ് വർക്ക് ചെയ്യാനുണ്ട്, അതിലൊരു ലെറ്റർ എഴുതാനുണ്ട്. അതിന് ഞാൻ എൻവലപ്പൊക്കെ വാങ്ങിയിരുന്നു, നല്ല രസമുള്ളൊരു കളറ്. അതിന് മാച്ചായ ഒരു ബോ ഒക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ എൻവലപ്പ് തന്നെ. നല്ല രസമുണ്ട്, നല്ല രസമുള്ളൊരു കളറ്. ഞാനൊരു വിൻറ്റേജ് ലുക്ക് കൊടുത്തിട്ട് ലെറ്റർ എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സൈഡൊക്കെ ഒന്നിങ്ങനെ കയ്യേറ്റിട്ട് തന്നെ ഇങ്ങനെ ചീന്തി കളഞ്ഞു. എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. യെസ് ഗൈസിൻ്റെ എൻ്റെ കയ്യിൽ തന്നെ ലൈറ്ററൊക്കെ എപ്പോഴും ഉണ്ടാവും. ഫസ്റ്റ് ആ ലൈറ്ററിന് എന്തൊക്കെയോ തകരാറുണ്ടായിനി, പിന്നെ റെഡിയായി. പിന്നെ അങ്ങോട്ട് കുറച്ചധികം റെഡിയായി, ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ നിന്നു. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്തൊക്കെ ഒപ്പിച്ച് ചെയ്തതാണ്. ഇങ്ങനത്തെ ഇതിൽ ലെറ്റർ എഴുതാനാണ് കുറച്ചുകൂടി ഇഷ്ടം, നല്ല രസമാണ്. അതൊക്കെ ബേൺ ചെയ്ത് വന്നപ്പോൾ അതത്ര ലുക്കില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ ഓഫാക്കിയാണ്ട് കുറച്ച് എന്തൊക്കെയോ റെഡിയാക്കി. ഞാൻ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെന്ന് വെച്ചിട്ടാണ് ലെറ്റർ എഴുതുന്നത്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും ചൂസ് ചെയ്തു അതിന് മാച്ചായത്. ഒരു മൈ ലവ് എന്ന് പറഞ്ഞതും, പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് പോലെ ഒരു ഹാർട്ടും, പിന്നെ ഒരു വാക്സീൽ പോലുള്ളതും. അത് ലെറ്റർ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ലെറ്റർ എഴുതി തുടങ്ങുകയാണ്. തുടക്കത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്, ഇനി ഒന്ന് പ്രോസസ്സായി വരുന്നുള്ളൂ. ഇനി കാരണം എങ്ങനെ എഴുതി തുടങ്ങണ്ടേ എന്നുള്ള ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആ മൈ ലവ് എന്നുള്ള സ്റ്റിക്കർ ഇങ്ങനെ എല്ലായിടത്തും വെച്ചു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനങ്ങോട്ട് ഒരു ഇതിന് എഴുതി അങ്ങോട്ട് തുടങ്ങി. എഴുതിയപ്പോൾ നല്ല രസമുണ്ടായിന് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുള്ള ഹാർട്ട് മാത്രമേ ആ സ്റ്റിക്കർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മറ്റേതൊക്കെ എന്തോ അത്ര രസം തോന്നിയില്ല. പിന്നെ ഇപ്പോൾ എപ്പോഴും വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല, സ്കൂളൊക്കെ തുറന്നപ്പോൾ ഒക്കെ കൂടി ഒരു മാനേജ് ചെയ്യാനുള്ള ട്രാക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം എല്ലാം. പിന്നെ ഞാൻ ആ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ മേലെ ഭാഗത്തായിട്ട്, നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ലെറ്ററൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മടക്കിയിട്ട് ആ സീൽ പോലത്തെ സ്റ്റിക്കർ അതിന് ഒട്ടിച്ചു കൊടുത്തു. ലെറ്റർ ഇങ്ങനെ മടക്കാനല്ലായിരുന്നു പ്ലാൻ, പക്ഷേ അതിൽ കൊള്ളുന്ന രീതിയിലാവുമ്പോൾ ഇങ്ങനെ തന്നെ മടക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട് കാണാൻ. ഞാൻ എൻവലപ്പൊക്കെ ഞാനത് വെച്ചു കൊടുത്ത്, അപ്പോൾ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് അതിങ്ങനെ കാണാൻ, വെക്കണതൊക്കെ കൂടി നല്ലൊരു അടിപൊളി ലുക്കിന്. പിന്നെ അതിൻ്റെ അടുക്ക് ഇങ്ങനെ ഒരു കട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ മേൽഭാഗം ഇറക്കി വെച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തു. അത് നല്ല രസമുണ്ട്. കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് ഇനി കാണാൻ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായി. എന്നിട്ട് ആ ടാസ്ക് ഞാൻ വെട്ടിക്കളഞ്ഞു. വെട്ടൽ കണ്ടാൽ തോന്നും എല്ലാ ടാസ്കും ചെയ്ത് തീർക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മമ്മ മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരുന്നു, അത് തിന്നു. ഇത് ഞാൻ എൻ്റെ ബാഗിൽ വെക്കണ ഒരു പോക്കറ്റ് നോട്ട്ബുക്കാണ്, സ്കൂൾ ബാഗിൽ വെക്കണേ, ഇങ്ങനെ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ ടൈം ടേബിൾ ഫ്രണ്ട് പേജിൽ എഴുതണം വിചാരിച്ചിരുന്നു. അപ്പോൾ അത് ഒരു ടാസ്ക്കാക്കി ഞാൻ എടുത്തു, അതും ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഫിസിക്സിൽ നോട്ട് എഴുതാനുണ്ടായിരുന്നു, അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒന്ന് റെഡിയായി. പിന്നെ എൻ്റെ പെൻസിൽ കാണാനില്ല, അങ്ങനെ ഞാൻ തപ്പാൻ പോയി ഗൈസ്. കുറേ നേരം അത് തപ്പിയിരിക്കും. അങ്ങനെ പെൻസിൽ കിട്ടി ഗൈസ്, ഇതാണ് എൻ്റെ പെൻസിൽ. ഇത് തപ്പാനാണ് ഞാൻ പോയത്, എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ല, എത്ര ആയിട്ടുണ്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഇതിങ്ങനെ കൈ ടൈപ്പ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. സ്കൂൾ തുറന്ന് ഫസ്റ്റായിട്ട് നോട്ട് ചെയ്താണല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ നോട്ട്ബുക്കിൽ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചു, ക്ലാസ്സൊക്കെ എഴുതി, സബ്ജക്റ്റും എഴുതി. അത് കഴിഞ്ഞിട്ട് ഇനി സൗണ്ട് വേവ്സിന് ഞാൻ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഓറഞ്ച് തീമിലാണ് ഞാൻ ചെയ്തത്.
നോട്ടൊക്കെ എഴുതി കഴിഞ്ഞു. ആ ഒരു പേജ് എന്തോ എഴുതാനുള്ളതിന്. അങ്ങനെ ആ ടാസ്കും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഭയങ്കര മഴ പെയ്തു. അതിൻ്റെ മുന്നേ മഴ ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴ. അപ്പോൾ നല്ല തണുപ്പൊക്കെ വന്നപ്പോൾ എനിക്ക് ബാക്കി പണി ചെയ്യാൻ മടിയായി. അപ്പോൾ ഞാനങ്ങോട്ട് കിടന്നുകൊണ്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങാൻ പോയി, ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഉറങ്ങാൻ പോയി. അപ്പോൾ പ്രൊഡക്റ്റീവ് വ്ളോഗ് അങ്ങോട്ട് സക്സസ്ഫുള്ളി ഫെയിലായി. അങ്ങനെ ഞാൻ കിടന്നു ഗൈസ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കോപ്രായം കാട്ടണമെന്ന് നോക്കണ്ടേ, നമ്മൾ ഈ ഷാഡോ വരുമ്പോൾ എന്താ പറയുക, ഓരോ മൃഗങ്ങളെ തലയൊക്കെ ഉണ്ടാക്കില്ലേ, മാന ഉണ്ടാക്കാൻ നോക്കിയതാണ്.